അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ടുള്ള ഒരു പുതിയ ഐറ്റമാണ് ചെയ്തെടുക്കുന്നത്. ഒരു വിദേശിയാണ്. നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം കപ്പ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. കപ്പ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി നമ്മൾ അരച്ചെടുത്ത കപ്പയിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ അരച്ചെടുത്ത കപ്പ ഇതിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇതിലത്തെ ജലാംശമൊക്കെ ഒന്ന് വറ്റണവരെ ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ പൂളന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനൊരു റബ്ബർ പോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുള്ളത്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതും ചിക്കൻ കറി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പുള്ളി ഐറ്റമാണ്. വിദേശിയാണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.